പ്രിയമുള്ളവരെ, കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച് 20 വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് വന്ന അബ്ദുൽ ഹക്കീം പറഞ്ഞൊരു റിപ്പോർട്ടുണ്ട് കേട്ടോ. അതായത് 20 വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൽ വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ റോഡുകളും ടൗണുകളുടെ വികസനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗൾഫ് രാജ്യങ്ങളെ കണക്ക് ഉണ്ടെന്ന പുള്ളിയൊരു അഭിപ്രായം പറഞ്ഞു. അത് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഈ കോൺഗ്രസ്സുകാർക്കും മറ്റുള്ള പാർട്ടിക്കാർക്കും BJP-ക്കാർക്കൊന്നും മനസ്സിലാവുന്നില്ല? നാട്ടിൽ ഈ 10 വർഷം കൊണ്ടുണ്ടായ വികസനങ്ങൾ എന്തുകൊണ്ട് ഈ കോൺഗ്രസ് പാർട്ടിക്ക് മനസ്സിലാവുന്നില്ല? അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികസനമൊന്നും നടന്നിട്ടില്ല, മുരടിപ്പാണ്. എന്ത് മുരടിപ്പ്? കേരളത്തിന്റെ ഓരോ മുക്കും മൂലയും ഈ 10 വർഷം കൊണ്ട് വികസിച്ചത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതൊന്നും കാണാനുള്ള കാഴ്ചശക്തി ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ലാതെ പോയല്ലോ എന്നാണ്. എത്രയെത്ര പാലങ്ങൾ, എത്രയെത്ര റോഡുകൾ, എത്രയെത്ര സ്കൂളുകൾ, അടിസ്ഥാന വികസനത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടാണ് LDF സർക്കാർ ഇറങ്ങുന്നത്. അതേപോലെ ഇനിയുള്ള സർക്കാരും ഈ പാതകൾ പിന്തുടരണം. എങ്കിലേ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ഏത് പാർട്ടിക്കാർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ലതായിട്ട് വേണം. നമ്മുടെ നാട് ഏത് പാർട്ടിക്കാർ ഭരിച്ചു കഴിഞ്ഞാൽ നാട് നന്നാവണം. അതാണ് വേണ്ടത്. അത് കോൺഗ്രസോ BJP-യോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആര് ഭരിച്ചു കഴിഞ്ഞാലും നാട് നന്നായി കഴിഞ്ഞാൽ നല്ലത് തന്നെ എന്ന് പറയണം. അതാണ് വേണ്ടത്. അത് രാഷ്ട്രീയം കലർത്തരുത്. ഇന്ന് ഈ റിപ്പോർട്ട് കണ്ടപ്പോൾ നിങ്ങളുടെ ഒന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നി. അതായത് നമ്മൾ കുറേ കാലങ്ങൾക്ക് ശേഷം നാട്ടിൽ വരുമ്പോഴത്തേക്ക് ആ നാട്ടിൽ കാണുന്ന വികസനങ്ങൾ അത് നമ്മുടെ മനസ്സിനൊരു സന്തോഷമാണത്. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ.